അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഒരു നമ്മൾ റിയാലിറ്റി ഷോയിൽ പോയി. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആ ബാൻഡിൻ്റെ പേര് നിർമ്മിതിയാണ് എൻ്റെ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ബാൻഡ്. അത് ബേസിക്കലി ഭയങ്കര ഡിഫറൻസാണ്. എൻ്റെ ഈ ക്യാരക്ടർ തന്നെയല്ല അതിൽ ഞാൻ പാടുമ്പോൾ ഡാൻസൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരുന്നു അതിൽ. നിർമ്മിതിയാണ് പേര്. നിർമ്മിതി പറഞ്ഞാൽ നിർമ്മാൺ ഹിന്ദിയിൽ. ഞങ്ങൾ ഒരു പാട്ടെടുത്തിട്ട് ഞങ്ങളുടെ ഫ്ലേവർ വി ആഡ് അപ്പ് അവർ ഫ്ലേവർ, അതായിരുന്നു നിർമ്മിതിയുടെ USP. അപ്പോൾ അവിടെ പോയപ്പോൾ സോനു നിഗം, ശ്രേയ ഘോഷാൽ ആൻഡ് സഞ്ജയ് ലീല ബൻസാലി സാറായിരുന്നു ജഡ്ജസ്. അപ്പോൾ ഇത്ര വലിയ വലിയ ആൾക്കാരൊക്കെ കാണാൻ പറ്റി. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഫാനാണ്, സോനു നിഗമിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരുടെ ഗൈഡൻസിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഒരു ഓൾമോസ്റ്റ് ഒരു 10-11 months കണ്ടിന്യൂസ്ലി വി വെർ അണ്ടർ ദർ ഗൈഡൻസ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യവും ഒരു പേഴ്സണാലിറ്റി തന്നെ ചേഞ്ചായി എന്ന് പറയാം. അതൊരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. റിയാലിറ്റി ഷോയിൽ പോയപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് സംഭവം കിട്ടി. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ 4 വരികളെ അറിയുള്ളൂ. ഈ പാട്ട് ഒറിജിനൽ ഞാൻ കേട്ടിട്ടില്ല. ഇതിൻ്റെ ഗോവിന്ദ് ചേട്ടൻ തന്നെയാണ് പാട്ടുകൾ എല്ലാം ഡിസൈഡ് ചെയ്തത്. പിന്നെ ഈ 4 പാട്ടിൽ ഏറ്റവും ഈസിലി പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്, കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ പാടാൻ പോയത് ചിങ്കാരക്കിന്നാരം ചിരിച്ചു, അതാണ് ഗോവിന്ദ് ചേട്ടൻ എന്നോട് പറഞ്ഞ സിദ്ധു ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊരു, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ കേൾക്കണത്. അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ചിങ്കാന കുറുമ്പുറുങ്ങി കുറേ ലിറിക്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് റിസ്കി ആയിരിക്കും ചേട്ടാ, ഞാൻ മന്ദാരച്ചെപ്പോഴും പാടാം. അത് കുറച്ച് സിമ്പിളും കുറച്ച് എനിക്ക് ലിറിക്സ് വൈസ് കുറച്ച് ഈസിയുള്ള സംഭവമാണ്. അപ്പോൾ അത് പാടാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മന്ദാരച്ചെപ്പുണ്ടോ ഇത് സെലക്ട് ചെയ്തത്. ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് ഗോവിന്ദ് ചേട്ടൻ തന്നെയാണ്. ഇതിൻ്റെ ഓൾറെഡി പണ്ട് തന്നെ ഗോവിന്ദ് ചേട്ടൻ ഒരു വയലിൻ വേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി മന്ദാരച്ചെപ്പുണ്ടോ ആൻഡ് പച്ചക്കരിക്കായ തട്ടിൽ, ഈ 2 പാട്ടിന്. പിന്നെ ബാക്കി 2 songs വി ആഡഡ് അപ്പ് ലേറ്റർ ഓൺ ഫോർ മ്യൂസിക് മോജോ. ബേസിക്കലി ഞങ്ങളുടെ സിലക്ഷൻ ഓഫ് സോങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ. കാരണം ഞങ്ങൾ സിലക്ട് ചെയ്ത പാട്ടുകളൊക്കെ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ സംഭവമാണ്. ആൾക്കാർ മറന്നുപോയ പാട്ടുകൾ ഞങ്ങൾ തിരിച്ചത് വെൻ വി ഓർക്കസ്ട്രേറ്റഡ് ഇൻ അവർ ഓൺ വേ. അപ്പോൾ ആൾക്കാർ സഡൻലി ഭയങ്കര നൊസ്റ്റാൾജിയായി. അതാണ് ഏറ്റവും വലിയ വിജയം. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇഫ് വി വുഡൻറ്റ് ഹാവ് ഡൺ ഈ കവർ സോങ്സ്, ഞങ്ങൾ ഈ കവർ സോങ്സ് ഇഫ് വി വുഡൻറ്റ് ഹാവ് ഡൺ, അപ്പോൾ ചിലപ്പോൾ ഫിഷ് റോക്കൊക്കെ ആൾക്കാർ കേൾക്കില്ലായിരുന്നു. കാരണം കുറേ ബാൻഡ്സ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ നൊസ്റ്റാൾജിയ ഹിറ്റായ കാരണമാണ് ആൾക്കാർ ഞങ്ങളുടെ വേറെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഫിഷ് റോക്ക് ഹിറ്റായത്. ഇപ്പോൾ ലൈവ് ഷോയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഫസ്റ്റ് പാട്ട് തന്നെ തുടങ്ങുമ്പോൾ ആൾക്കാർ ഫിഷ് റോക്ക് നൊസ്റ്റാൾജിയ അങ്ങനെയാണ്. അപ്പോൾ ഫിഷ് റോക്കൊക്കെ ഹിറ്റായതൊരു കാരണം ഇപ്പോൾ പുതിയ ബാൻഡൊക്കെ വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് കേൾക്കില്ല. വി ഹാവ് ടു ഡു സംതിങ് വിച്ച് എന്താ പറയുക ക്യാപ്ചേഴ്സ് ദെയർ എന്താ പറയുക ദർ ഷുഡ് ബി സംതിങ് ഡിഫറെൻറ്റ് ഇൻ എ ബാൻഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കവർ സോങ്സ് ആണ് ഞങ്ങളെ, എസ്പെഷ്യലി നൊസ്റ്റാൾജിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. കാരണം കുറേ പാട്ട് ഇപ്പോൾ പേഴ്സണലി ഞാൻ മ്യൂസിക് മോജോയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഷോൺ റോൾഡൻ ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പേഴ്സണലി ഭയങ്കര ഫാനാണ്. കാരണം എല്ലാം ഒറിജിനൽസ് ആണ് ആളുടെ. ഭയങ്കര സംഭവം. പക്ഷേ ആൾക്കാരുടെ ശ്രദ്ധയിൽ അത്ര വന്നില്ല. ഐ മീൻ വ്യൂവേഴ്സ് പോയിന്റ്, ഐ എം ജസ്റ്റ് ടെല്ലിങ് അബൌട്ട് ദ വ്യൂസ് കമ്പയർഡ് ടു അവർ ദിസ്, ബിക്കോസ് ഇറ്റ് വാസ് ഒറിജിനൽസ്. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഒറിജിനൽസ്, നോട്ട് ബിക്കോസ് ഓഫ് ദ സോങ്. ഒക്കെ അടിപൊളി നല്ല പാട്ടുകളാണ്. പക്ഷേ ഈ കവർ, ഇറ്റ് വാസ് നോട്ട് എ കവർ, ഇറ്റ് വാസ് എൻ ഒറിജിനൽ. അപ്പോൾ പെട്ടെന്ന് ഒരാളെ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ബേസിക്കലി ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഒരു മനസ്സിൽ ഇതുണ്ടായിരുന്നു. കാരണം 12 പാട്ടുണ്ട്. ഈ ഒരു സിംഗർ വെച്ചിട്ട് തന്നെ എല്ലാ പാട്ടുകൾ പാടിക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് ആൾക്കാർ, ഇപ്പോൾ വെസ്റ്റേൺ സോങ്സ് ആണെങ്കിൽ നമ്മുടെ പീയൂഷ് കപൂർ, ഇംഗ്ലീഷ് പാട്ടുകളാണെങ്കിൽ നമ്മുടെ ബോംബെയുടെ ബെസ്റ്റ് ആളാണ് പീയൂഷ് കപൂർ. ഈസ് വെരി മച്ച്
വെരി നൈസ് ഇൻ ഓൾ വെസ്റ്റേൺ സ്റ്റഫ്സ്. പിന്നെ ഉസ്താദ് റാഷിദ് ഖാൻ്റെ മെയിൻ ശിഷ്യന്മാർ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൻ്റെ ഉസ്താദ് ആൾക്കാരാണ് അവർ. അപ്പോൾ ഹിന്ദുസ്ഥാനിയുടെ അവർ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഈ റൊമാൻറ്റിക് സോങ്സ് അങ്ങനെ ലൈറ്റ് മെലഡി ഒക്കെയാണ് ഞാനും വിപിൻ ചേട്ടനും ക്രിസ്റ്റി ചേട്ടനും ഗോവിന്ദ് ചേട്ടനൊക്കെയാണ് ഞങ്ങൾ മെലഡി സോങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വി ഡിവൈഡഡ്, എവ്രി വൺ ഹാസ് ദെയർ ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഈക്വൽ റോൾ ഇൻ ദ ബാൻഡ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ബേസിക് സംഭവം. കാരണം ഒരാൾ ഇപ്പോൾ ലൈവ് ഷോനൊക്കെ പോകുമ്പോൾ കുറേ പേരുണ്ടാവും നൊസ്റ്റാൾജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറേ പേർക്ക് ഫിഷ് റോക്ക് അങ്ങനത്തെ സംഭവം ഇഷ്ടമാണ്. അപ്പോൾ ഇത് മിക്സ്ചറാകുമ്പോൾ ബാലൻസ് ഉണ്ട്. അതാണ് ആൾക്കാരെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യണത്. അതാണ് ബേസിക്. പിന്നെ ഞാനൊരു ഇൻസിഡൻസ് പറയാം. ഗോവിന്ദ് ചേട്ടനാണ് നടന്നത് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഓട്ടോയിൽ ഞങ്ങളുടെ ഷോ കാണാൻ വേണ്ടി വരായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തൃശ്ശൂരോ എവിടെയായിരുന്നു ഷോ. ആ സമയത്ത് ആ വെന്യൂടെ പേര് പറഞ്ഞു, ഓട്ടോക്കാരൻ. അപ്പോൾ തൈക്കുടൻ്റെ ഷോ അല്ലേ. അപ്പോൾ ഈവൻ ദ ഓട്ടോക്കാരനെ അറിയായിരുന്നു തൈക്കുടൻ്റെ ഷോ. അപ്പോൾ അതാണ് വിജയം. ഇപ്പോൾ ഒരു പിന്നെ ഗോവിന്ദ് ചേട്ടൻ്റെ അടുത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. ഗോവിന്ദ് ചേട്ടൻ ബൈക്കിൽ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രാഫിക് പോലീസ് നിർത്തിയിട്ട് നമ്മൾ ലൈസൻസ് ചെയ്യില്ല. അപ്പോൾ ഗോവിന്ദ് ചേട്ടൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് ഊരിയപ്പോൾ ഇത് നമ്മുടെ മീൻകാരനാണല്ലോ, ഇത് നമ്മുടെ മീൻകാരൻ. അപ്പോൾ അതാണ് പറഞ്ഞാൽ എല്ലാം ഫ്രം വി ഹാവ് നോട്ട് എയിംഡ് ഓൺലി മ്യൂസീഷ്യൻസ്, അങ്ങനത്തെ പാട്ടുകളുണ്ട്. ആൻഡ് എല്ലാ പീപ്പിൾ ഓൾ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ എല്ലാവരും മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ബേസിക് വിജയം എന്നാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് പീപ്പിൾ അക്സെപ്റ്റ് ചെയ്യണം. വാട്ട് എവർ വി സിങ്, വാട്ട് എവർ വി ആർ ഡൂയിങ്, പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് ബിക്കോസ് വി ആർ ജസ്റ്റ് ഡൂയിങ് വാട്ട് ദേ വോണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് സ്റ്റേജിൽ തന്നെയാണ്. കാരണം എവറി ഡേ ഓൾമോസ്റ്റ് ഷോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാവും. വി കറക്റ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഷോ. ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് തമ്മനത്തിന് ഞങ്ങൾ ബാൻഡിന് തന്നെ ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ബേസിക്കലി എല്ലാവരും ഒത്തുകൂടുന്ന പ്രാക്ടീസ് എല്ലാം അവിടെയാണ്.